ഫിലദൽഫിയ ഫാമിലി മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. കഥയും അല്പം കാര്യവും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒത്തൊരുമിച്ച് നിന്നാൽ, സഹകരിച്ചാൽ ലഭ്യമാകുന്ന ചില നന്മകളെക്കുറിച്ചാണ്. കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രശസ്തമായ സോഫ്റ്റ്വെയർ കമ്പനി അവർക്ക് സമർത്ഥരായ കുറച്ച് ഉദ്യോഗാർത്ഥികളെ ആവശ്യമായിട്ട് വന്നു. ആ ആവശ്യത്തിൽ അവർ പരസ്യം കൊടുത്തു. സമർത്ഥരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തപ്പോൾ അവരാഗ്രഹിച്ചതുപോലെ തന്നെ കഴിവും സാമർഥ്യവുമുള്ള ഒരു നല്ല ടീമിനെ അവർക്ക് ലഭിച്ചു. എന്നാൽ അവരെ അങ്ങനെ തന്നെ കമ്പനി ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എടുക്കാതെ അവരെ ഒന്ന് നന്നായി പരിശീലിപ്പിച്ച് കമ്പനിയുടേതായിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ തന്നെ കമ്പനിയുടെ മേധാവിമാർ തീരുമാനിച്ചു. അതിനായിട്ട് അവർ ചെയ്തത്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തുവാനാണ് അവർ തീരുമാനിച്ചത്. ഈ മത്സരത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വിശാലമായൊരു ഹാളിലേക്ക് കൊണ്ടുവന്നു. അത് വളരെ അലങ്കരിക്കപ്പെട്ട ഒരു ഹാളായിരുന്നു. ഒരു മീറ്റിംഗ് ഹാൾ എന്നതിനേക്കാളുപരി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കളിസ്ഥലം പോലെയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ആ സ്ഥലം അനുഭവപ്പെട്ടത്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഇവരിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ അവരുടെ ടീം ലീഡർ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കായിട്ട് കുറേ ബലൂണുകൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ബലൂൺ എടുത്ത് ഊതി വീർപ്പിക്കണം. അതിനുശേഷം ബലൂണിൽ നിങ്ങളുടെ പേരുകൾ എഴുതണം. ടീം ലീഡർ ആവശ്യപ്പെട്ട പോലെ അവരെല്ലാവരും ബലൂൺ ഊതി വീർപ്പിച്ച് അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ പേരുകൾ ബലൂണിൽ എഴുതി. ബലൂൺ പൊട്ടിക്കാതെ ബലൂണിൽ അവരുടെ പേരുകൾ എഴുതാനായിരുന്നു ആവശ്യപ്പെട്ടത്. തന്മൂലം പേരെഴുതുന്ന അവസരത്തിൽ ബലൂണുകൾ പൊട്ടിപ്പോയവർ മത്സരത്തിൽ നിന്ന് ഔട്ടായി. പിന്നീട് ആ മത്സരത്തിൽ ശേഷിച്ചത് 45 പേരായിരുന്നു. അവരെല്ലാവരും മറ്റൊരു ഹാളിലേക്ക് ആനയിക്കപ്പെട്ടു. അതിനുശേഷം അവരുടെ ബലൂണുകൾ ആ ഹാളിൽ ഒരുമിച്ചിടുവാൻ ടീം ലീഡർ ആവശ്യപ്പെട്ടു. അവരങ്ങനെ ചെയ്തു. ടീം ലീഡർ പറഞ്ഞു, ഇനി ഓരോരുത്തരും നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ട ബലൂൺ കണ്ടെത്തണം. അതിനിടയിൽ ആരും ബലൂൺ പൊട്ടിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവർ മത്സരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ശ്രദ്ധയോടെ തങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ട ബലൂണുകൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ മിനിറ്റുകൾ പലത് കഴിഞ്ഞിട്ടും അപൂർവം ഭാഗ്യശാലികൾക്ക് മാത്രമേ സ്വന്തം ബലൂണുകൾ കണ്ടെത്താനായിട്ടുള്ളൂ. അപ്പോൾ ടീം ലീഡർ പറഞ്ഞു, ഇനി നിങ്ങൾ ആദ്യം കാണുന്ന ബലൂൺ എടുത്ത് അതിൽ പേരെഴുതിയിരിക്കുന്ന ആളെ പേര് ചൊല്ലി വിളിച്ചിട്ട് ആ ബലൂൺ അവർക്ക് കൊടുക്കുക. അത്ഭുതാവഹമായിരുന്നു അതിൻ്റെ ഫലം. നിമിഷങ്ങൾക്കുള്ളിൽ അവർക്കെല്ലാവർക്കും അവരുടെ ബലൂണുകൾ ലഭിച്ചു. അപ്പോൾ ടീം ലീഡർ അവരോട് പറഞ്ഞു, ഇതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യഥാർത്ഥ മാർഗം. തനിയെ അലയാതെ സഹകരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും തൃപ്തികരമായ പരിഹാരം കണ്ടെത്താനാകും. സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ആരംഭിച്ച സമർത്ഥരായ ഒരു പറ്റം ജീവനക്കാരുടെ കണ്ണു തുറപ്പിച്ച സംഭവമായിരുന്നു ഈ മത്സരം. അവർ സ്വന്തം പേരെഴുതിയ ബലൂണിന് വേണ്ടി തിരഞ്ഞപ്പോൾ അത് കണ്ടെത്തുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അസാധ്യമായിരുന്നു. എന്നാൽ അവർ സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ കാര്യം വളരെ എളുപ്പമായി തീർന്നു. ഓരോ രംഗത്തും ഓരോരുത്തരും നേരിടുന്ന പുതിയ അറിവിനും നേട്ടങ്ങൾക്കും പിന്നിൽ മറ്റുള്ളവരുടെ അധ്വാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് കൂട്ടായ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാകുക. എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മലയാളികളായ നമ്മൾ വളരെ പിന്നിലല്ലേ? ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു എന്നതല്ലേ നമ്മുടെ ഒരു പ്രത്യേകത. സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന തീർച്ചയായും നല്ല കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നാം പിന്നോട്ട് പോകരുത്. എന്ന് മാത്രമല്ല, കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സർഗശേഷികൾ, ശക്തികൾ വിനിയോഗിച്ച് കൂടുതൽ നേട്ടങ്ങൾ നാം നേടിയെടുക്കുകയാണ് വേണ്ടത്. കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തുമൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുകയും കൂട്ടായി മുന്നേറുകയും ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
ഈ വെല്ലുവിളി നാം ധൈര്യപൂർവ്വം നേരിട്ടാൽ അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. വിശുദ്ധ തിരുവചനത്തിൽ 133 സങ്കീർത്തനം 1 വാക്യത്തിൽ നമുക്കവിടെ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നാണ്. പ്രിയരെ, ഈ നമ്മളിവിടെ കേട്ട ഈ കാര്യങ്ങൾ, ഈ കഥ, അതോട് ചേർന്നുള്ള ഈ വാക്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ സമൂഹപരമായ, അതായത് ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഇത് വളരെ പ്രായോഗികമാണ്, നമുക്കത് അനുയോജ്യമായിരിക്കുന്ന കാര്യമാണ്. അതിനാൽ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തു, ഒറ്റയ്ക്ക് ഞാൻ നേടി, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മളോട് കൂടെ നിൽക്കുന്നവരോട് കൂടെ സഹകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടെ വില നൽകിക്കൊണ്ട് എല്ലാവരെയും പങ്കാളിത്തത്തിൽ ചേർത്തുകൊണ്ട് നാം ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് വളരെ ഫലവത്താകും, അത് വളരെ വേഗത്തിൽ അത് പ്രയോജനം ചെയ്യും എന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ കഥയും അല്പം കാര്യവും എന്ന പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.